ഹായ്, റൂംസിൻ്റെ ഡീറ്റെയിൽസ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ റേറ്റ് കൂടുതലും, കുറച്ച് 100 മീറ്റർ അങ്ങോട്ട് പോകുമ്പോൾ റേറ്റ് കുറവാണ്. അതായത് മിനിമം 400 മുതൽ 15,000 വരെ റൂംസ് ഉണ്ട്. സിംഗിൾ റൂം നോൺ AC 400 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. AC റൂം 800 മുതൽ അവൈലബിളാണ്. അതുപോലെ തന്നെ ഡോർമെറ്ററിയും അവൈലബിളാണ്. റെൻറ്റ് വളരെ കുറവാണ്. നമ്മൾ എത്തിച്ചേരുമ്പോൾ ഈവനിങ് ആയി, നല്ല മഴയും ഉണ്ടായിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതിന് പുറത്ത് ചെരുപ്പ് വയ്ക്കാനും കാല് കഴുകാനുള്ള സംവിധാനം അവിടെയുണ്ട്. അമ്പലത്തിന് പുറത്ത് തന്നെ പൂക്കളും മാലയും അവൈലബിളാണ്. നമ്മൾ അത് അമ്പലത്തിന് അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു പ്ലേറ്റ് പൂവെന്ന് പറയുന്നത് 100 രൂപയാണ് അവർ മേടിക്കുന്നത്. ശ്രീകോവിലിനകത്ത് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇതിന് ചുറ്റും മൊബൈൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അമ്പലത്തിന് ചുറ്റും പ്രസാദങ്ങളും നെയ്വിളക്കും എല്ലാം തന്നെയുണ്ട്. നെയ്വിളക്ക് എന്ന് പറയുന്ന ഒരാൾക്ക് 30 രൂപയാണ് അവർ മേടിക്കുന്നത്. അതുപോലെ അവിടുത്തെ പ്രസാദം നിവേദ്യം എന്ന് പറയുന്നത് ലഡുവാണ്. ലഡു 100 രൂപയ്ക്ക് 4 എണ്ണം. അമ്പലത്തിനകത്ത് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് പൂജ. അമ്പലത്തിനകത്ത് നോർമൽ ക്യൂ അല്ലാതെ സ്പെഷ്യൽ ക്യൂ ഉണ്ട്. ഒരാൾക്ക് 250 രൂപയാണ് അവർ മേടിക്കുന്നത്. ക്യൂ നിൽക്കാതെ തന്നെ ശ്രീകോവിലിനകത്ത് കയറാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നെയ്വിളക്കം സമർപ്പിച്ചു. നൈറ്റ് 9 മണിക്ക് അമ്പലം അടയ്ക്കും. സാറ്റർഡേ ആയതുകൊണ്ട് അമ്പലത്തിൽ തിരക്ക് കുറവായിരുന്നു. മഴ കാരണം ആളുകൾ വരുന്നത് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം നമുക്ക് ദർശനം ചെയ്യാൻ കഴിഞ്ഞു. ഇതാണ് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ലഡു. ഒൻപത് മണി കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങി. മഴയുണ്ടായിരുന്നു. ബാക്കി ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോ.